മാർച്ച് 28 വെള്ളിയാഴ്ച. മാർക്കോസ് 12:28 മുതൽ 34 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരാൾ ബുദ്ധനോട് ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് ഇത്ര ദരിദ്രനായിരിക്കുന്നത്? ബുദ്ധൻ പറഞ്ഞു, നിങ്ങൾ ഔദാര്യം കാണിക്കാത്തതുകൊണ്ടാണ് ദരിദ്രനായിരിക്കുന്നത്. നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്നില്ല. മറ്റുള്ളവർക്ക് നൽകാൻ ഒന്നുമില്ലെങ്കിൽ എങ്ങനെ ഞാൻ ദാനധർമ്മം ചെയ്യും? അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, നിങ്ങൾക്ക് പങ്കിടാൻ കഴിയുന്ന 5 നിധികളുണ്ട്. 1. മുഖം. മറ്റുള്ളവരുമായി നിങ്ങളുടെ പുഞ്ചിരി പങ്കിടുക. അത് അവരിൽ അത്ഭുതകരമായ സ്വാധീനം ചെലുത്തും. 2. കണ്ണുകൾ. സ്നേഹവും കരുതലും നിറഞ്ഞ കണ്ണുകളോടെ മറ്റുള്ളവരെ നോക്കുക. നിങ്ങൾക്ക് ആയിരക്കണക്കിന് ആളുകളെ സ്വാധീനിക്കാൻ കഴിയും. അവരെ വളരെ നല്ലവരായി കാണുക. 3. വായ. മറ്റുള്ളവരോട് നല്ല കാര്യങ്ങൾ പറയുക, നല്ലത് സംസാരിക്കുക, അവരെ വിലമതിക്കുന്നതായി തോന്നിപ്പിക്കുക, സന്തോഷം പകരുക. 4. ഹൃദയം. സ്നേഹമുള്ള ഹൃദയത്തോടെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സന്തോഷം നേരാം, അവരുടെ ജീവിതത്തെ സ്പർശിക്കാം. 5. ശരീരം. നിങ്ങളുടെ ശരീരം കൊണ്ട് ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സഹായം ആവശ്യമുള്ള ആളുകളെ സഹായിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ സമ്പന്നനാകും. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു ശാസ്ത്രി യേശുവിനെ പരീക്ഷിക്കാൻ ഒരു ചോദ്യവുമായി സമീപിക്കുന്നു. യഹൂദ നിയമത്തിൽ പ്രാവീണ്യമുള്ള അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് യേശുവിനോട് ചോദിക്കുന്നു. യേശു ഇങ്ങനെ മറുപടി പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവായ ദൈവം ഏകനാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. 2-ാമത്തേത് ഇതാണ്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇവയേക്കാൾ വലുതായ ഒരു കൽപ്പനയുമില്ല. യേശുവിൻ്റെ ശുശ്രൂഷയുടെ സത്ത ഈ രംഗം പകർത്തുന്നു. കാരണം അവൻ അക്കാലത്തെ മതപരമായ മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുകയും സ്നേഹം, അനുകമ്പ, ആത്മീയ സത്യം എന്നിവയുടെ സന്ദേശം നൽകുകയും ചെയ്തു. യേശുവിൻ്റെ പ്രസ്താവനയിലെ വെല്ലുവിളി ജീവിതത്തിലെ നമ്മുടെ ശ്രദ്ധ വളരെ വിഭിജിതമായിരിക്കാം എന്നതാണ്. കുറച്ച് സമയം സത്യസന്ധമായി സ്വയം ചോദിക്കുക, ഒരു ദിവസം എത്ര തവണ ഞാൻ ദൈവത്തെക്കുറിച്ചോ യേശുവിനെക്കുറിച്ചോ പരിശുദ്ധാത്മാവിനെക്കുറിച്ചോ ചിന്തിക്കുന്നു? എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ ഞാൻ സമയം കണ്ടെത്തുന്നുണ്ടോ? ദൈവമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വയം ചോദിക്കാം, എൻ്റെ കുടുംബാംഗങ്ങളെയും അയൽക്കാരനെയും സഹപ്രവർത്തകരെയും തെരുവിൽ കണ്ടുമുട്ടുന്ന ഏതൊരാളെയും സ്നേഹിക്കാൻ ഞാൻ എങ്ങനെ ശ്രമിക്കുന്നു? ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവരെയും, എനിക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തികളെപ്പോലും ബോധപൂർവം സ്നേഹിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? ദൈവത്തിന് നമ്മളുള്ള സ്നേഹവും ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും നമ്മിൽ നിന്ന് വ്യക്തികളിലേക്കും നാം ഇടപഴകുന്ന ജോലി ചെയ്യുന്ന ചുറ്റുമുള്ള ആളുകളിലേക്കും ഒഴുകണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകളെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾ ഇടപഴകുന്ന ഓരോ വ്യക്തിയോടും സ്നേഹവും ദയയും പുലർത്താൻ ശ്രമിക്കുക. മറ്റുള്ളവർ നിങ്ങളോട് സ്നേഹവും ദയയും കാണിക്കുമെന്ന് അപ്പോൾ നിങ്ങൾ കണ്ടെത്തും. സാധാരണ മറ്റുള്ളവർക്ക് ചെയ്യുന്നത് നമുക്കും തിരിച്ചു ലഭിക്കുന്നു.
എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.